ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 45-ാം തിരുലിഖിതം. വീണ്ടും ദൈവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 7-ാം തിരുലിഖിതം. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ ബൈബിൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം, ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇടുക്കിയിൽ നിന്നാണ് സെൻ ഷാജി എന്ന ഈ കുട്ടിയുടെ അനുഭവം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പേര് ഷെൻ ഷാജി, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ച വലിയൊരു ദൈവാനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 3 വർഷമായി എനിക്ക് ആഹാരം കഴിച്ചാൽ വയറിന് വലിയ അസ്വസ്ഥതയും വേദനയും തലവേദനയും ഛർദിയുമായിരുന്നു. കൂടാതെ എൻ്റെ കൺപീലി മുഴുവനും പെട്ടെന്ന് പൊഴിഞ്ഞുപോയി. പല മരുന്നുകളും കഴിച്ചെങ്കിലും പല ആശുപത്രിയിൽ പോയെങ്കിലും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ഈ അസുഖങ്ങൾ നിമിത്തം ഞാൻ വളരെ ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വചനപ്രഘോഷണം നടക്കുന്ന കാര്യം ഞങ്ങളുടെ അടുത്തുള്ളവർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഷാലോം ചാനലിൽ സ്ഥിരമായി അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ കണ്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായി എൻ്റെ 2 അസുഖങ്ങളും പരിപൂർണമായി എന്നിൽ നിന്ന് വിട്ടുപോയി. ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി സ്കൂളിൽ പോകുന്നു, എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടി ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയ മാർഗങ്ങൾ നിഷ്കളങ്കമായി സ്വീകരിച്ച് ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായി ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കൺപീലികളെല്ലാം പൊഴിഞ്ഞുപോയി. വലിയ മനോവിഷമത്തിലും വേദനയിലുമായിരുന്ന കുട്ടി, സ്കൂളിൽ പോകാൻ പോലും വളരെ മടി പിടിച്ച ഒരു അന്തരീക്ഷമായിരുന്ന കുട്ടിക്കുണ്ടായിരുന്നത്. എന്നാൽ യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കുകയും വചനം അനുസരിച്ച് ദൈവത്തെ ഉറക്കെ ആരാധിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി കർത്താവ് വീണ്ടും കൺപീലികൾ മുളപ്പിച്ച് ആ കുട്ടിയെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹം മുഴുവനും അനുഗ്രഹം പ്രാപിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഈ വചനപ്രകാരം ഈ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമാറാകട്ടെ. ഓ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുലിഖിതം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം: ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടിമതിക്കും, അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ നാരകീയ സേനകളും ദുരാത്മ സംഘങ്ങളും അന്ധകാര വിഹങ്ങളും ഇവർ ദൈവവചനം കേട്ട്
കേട്ട് ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സ ശക്തികളും യേശുനാമത്തിൽ ഇപ്പോൾ ചാമ്പലായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 74 അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. കർത്താവേ, അവിടുന്ന് ശക്തിയാൽ കടലിനെ വിഭജിച്ചു, അവിടുന്ന് സമുദ്രത്തിലെ ഭീകര ശബ്ദങ്ങളുടെ തലകൾ പിളർന്നു, ലെവിയാദിനെ അവിടുന്ന് തകർത്തു, മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ഇരയായി ഇട്ടുകൊടുത്തു. ഈ വചനശക്തിയാൽ ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർബാധകളെയും ദുർഭൂതങ്ങളെയും യേശുനാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ, ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ, തളർന്ന മനസ്സുകളെ സ്പർശിക്കണമേ, ഓരോ രോഗികളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം തളർന്നു പോയ ആത്മാക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് പുതുജീവൻ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പ്രത്യേകം സ്പർശിക്കണമേ കർത്താവേ. സമർപ്പിത സമൂഹങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ ക്ഷീണമോ മടുപ്പോ ഉറക്കമോ അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്ഷീണങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 27 അധ്യായം 7 തിരുലിഖിതം. ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. ദൈവവുമായി ഇടപെട്ട് അനവധി തവണ ദൈവത്തോട് ഇടപെട്ട് ദൈവാനുഭവത്തിൻ്റെ ഒരു മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ആത്മീയ സത്യത്തെ ഏറ്റു പറയുന്ന വചനഭാഗമാണ് സങ്കീർത്തനം 27 അധ്യായം 7 തിരുലിഖിതം. ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. ഇതിനു മുമ്പ് ഈ ദൈവ പൈതല് തൻ്റെ ജീവിതത്തിലെ വളരെ സങ്കീർണത നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് ദൈവം ഇടപെട്ടതിന് ഓർമ്മ അയവിറക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുകയാണ്. ദൈവമേ, ഇനിയും ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പ്രിയ ദൈവ പൈതലെ, നീ ദൈവാനുഭവത്തിൻ്റെ മേഖലകളിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവവചനം കാണിച്ചു തരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക. വാ തുറന്ന് അതരം തുറന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം, ഉച്ചത്തിൽ പാട്ടുകൾ പാടണം, ഉച്ചത്തിൽ നന്നായി കൈത്താളം കൊട്ടണം. ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉത്സാഹത്തോടെ ഉച്ചത്തിലും ശക്തിയോടെയും ചെയ്ത് കൂടുതൽ കൂടുതൽ ദൈവാനുഭവത്തിലേക്ക് ഉയരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ പൈതലാണെങ്കിൽ ആ ആത്മീയ പൈതൽ എന്തു ചെയ്യണം? ഇപ്പോൾ എനിക്കിതെല്ലാം ഉണ്ട്, ഇതൊക്കെ മതി എന്ന് ചിന്തിച്ചിരുന്നാൽ പോരാ. ആ ആത്മീയ പൈതൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കുറച്ചും കൂടി ഉന്നതമായൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 45-46 തിരുലിഖിതങ്ങൾ. വചനം പഠിപ്പിക്കുകയാണ്, വീണ്ടും ദൈവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം. ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ കയ്യിൽ കുറച്ച് രത്നങ്ങളുണ്ട്. ചെറുപ്പം തൊട്ട് പഠിച്ചതും വേദപാഠ ക്ലാസ്സിൽ പഠിച്ചതും അങ്ങനെ നമ്മൾ ശീലിച്ചതുമായ കുറച്ച് രത്നങ്ങൾ, ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട വിലപിടിച്ച ചില ബോധ്യങ്ങൾ നമ്മുടെ കൈകളിൽ ഇരിപ്പുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, വീണ്ടും ദൈവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി തിളങ്ങുന്ന, കുറച്ചും കൂടി മെച്ചപ്പെട്ട, കുറച്ചും കൂടി ശ്രേഷ്ഠമായ ഉന്നതമായ രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം. എന്നിട്ട് 46 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അവൻ നല്ല രത്നങ്ങൾ കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അവ കരസ്ഥമാക്കുന്നു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ദൈവവചനം പഠിക്കുന്നവര്, ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, മതി മതി എന്ന് ചിന്തിച്ചിരിക്കരുത്. പ്രാർത്ഥിക്കുന്നവര് എനിക്ക് കുറച്ചൊക്കെ രീതികൾ അറിയാം, ഇതൊക്കെ മതി എന്ന് ചിന്തിച്ചിരിക്കരുത്. ഇതിനും അപ്പുറത്ത് വിലയേറിയ ട്രഷേഴ്സ്, വലിയ നിധികൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നല്ലത് കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് നിധി മറഞ്ഞിരിക്കുന്ന വയൽ വാങ്ങുന്നവനെ പോലെ ആയിരിക്കണം ആത്മീയ രംഗത്ത് നീങ്ങുന്ന എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിന്റെ രീതികളെന്ന് ദൈവത്തിന്റെ ആത്മാവ് തിരുലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് കുറച്ച് രീതികൾ അറിയാം, ഇപ്പോൾ നമ്മൾ ചില രീതികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ ദൈവാനുഭവത്തിന് ദൈവത്തിന്റെ വചനം നമുക്ക് ഇതാ മറ്റൊരു മേഖല കാണിച്ചു തരികയാണ്. ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, നന്നായി കൈകൊട്ടാനും പാട്ട് പാടാനും ദൈവത്തെ ഉറക്കെ സ്തുതിക്കാനും ആരംഭിച്ചു. അപ്പോൾ ചില ആളുകൾ എന്നോട് പറയുകയാണ്, എല്ലാറ്റിനും ഒരു പരിധി വേണം, ഒരു മിതമായ ഒരു മര്യാദയ്ക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെയൊക്കെ മതി. അങ്ങനെയല്ല, നമ്മൾ കണ്ടമാനം ശക്തിയോടെ ഒന്നും കൊട്ടേണ്ട ആവശ്യമില്ല. പതുക്കെ പതുക്കെ നോക്കിയും കണ്ടും ഒക്കെ പതുക്കെ ചെയ്താൽ മതി. എന്നിട്ട് അവർ പറയുകയാണ്, എല്ലാറ്റിനും ഒരു പരിധി വേണം. കണ്ടമാനാണ് ശക്തിയോടെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ശക്തിയോടെ ഒന്നും ഇങ്ങനെ ഒച്ചയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വചനമാണ് പ്രഭാഷകൻ 43:30. വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് അവിടുത്തെ സ്തുതിക്കുവീൻ, അവിടുന്ന് അതിനു ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പരിധി വെക്കരുത്. എത്ര വിളിച്ചപേക്ഷിച്ചാലും, എത്ര സ്തുതിച്ചാലും, എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. അവിടുന്ന് അതിനും ഉപരിയാണ്. ഹല്ലേലൂയ. അവിടുന്ന് അതിനും ഉപരിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു വചനമാണ്. സർവശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. മുള്ള കഴിവ് മുഴുവൻ ഉപയോഗിക്കണം. കൈയടിക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് കൈയടിക്കണം, പാട്ട് പാടാൻ കഴിവുള്ളവർ നന്നായിട്ട് പാട്ട് പാടണം, സ്തുതിക്കാൻ കഴിവുള്ള നന്നായിട്ട് സ്തുതിക്കണം. സർവശക്തിയോടും കൂടെ നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല, അവിടുന്ന് അതിനും ഉപരിയാണ്. ഇത് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്ന മറ്റൊരു വചനഭാഗമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. ദാവീദ് രാജാവ്, ദൈവത്തിന് വളരെ പ്രിയങ്കരനായ രാജാവ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പ്രഭാഷകൻ 47:3 പഠിപ്പിക്കുന്നത്. അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ കരടികളുമായും അവൻ വിളയാടി. നോക്കുക, ദാവീദിന്റെ വിളയാട്ടം ഈ കോലാട്ടിൻ കുട്ടികളോട്. നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ഈ പൂച്ചേനെ എലീനെയൊക്കെ ഇട്ട് കളിയാടുന്നത് പോലെ, അല്ലെങ്കിൽ മൊയലിന്റെ കുഞ്ഞിനെയൊക്കെ പിടിച്ച് കളിയാടുന്നത് പോലെ ദാവീദിന് കളിയാടാൻ കിട്ടിയത് സിംഹങ്ങളെയാണ്. അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ കരടികളുമായും അവൻ കളിയാടി. അവന്റെ വിളയാട്ടം സിംഹങ്ങളോടും കരടികളോടും കൂടെയായിരുന്നു. ചെവിക്ക് പിടിക്കുക, എറിയുക, ജടയ്ക്ക് പിടിക്കുക, വലിച്ചടിക്കുക, കൊല്ലുക, വലിച്ചു കീറുക, ഇങ്ങനെയുള്ള ഓരോ രീതികളിലൂടെ ദാവീദ് പോവുക. ഞാനന്ന് അതിശയിച്ചു, ദൈവമേ, നമ്മളെപ്പോലെ ഒരപ്പനും ഒരമ്മയ്ക്കും ഒരു മനുഷ്യ കുഞ്ഞായി ജനിച്ചതാണ് ദാവീദ്. എന്നാൽ അമാനുഷ ശക്തി, ഒരു സിംഹത്തെ ജടയ്ക്ക് പിടിച്ച് വലിച്ചടിച്ച് കൊന്ന് അതിനെ വലിച്ചു കീറി കളയാനുള്ള അത്ഭുത ശക്തി എങ്ങനെ ദാവീദിന്റെ ജീവിതത്തിലേക്ക് പ്രവഹിച്ച്, എങ്ങനെ ദാവീദിന് ഈ അത്ഭുത ബലം, ഈ അമിത ബലം, ഈ അമിത ശക്തി എങ്ങനെ? വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം 5-ാം തിരുലിഖിതം, വലിയ ഹിമാലയ പർവ്വതം പോലെ നിന്ന ഭീമാകരനായ ഗോലിയാത്ത് എന്ന മല്ലനോട് എതിർക്കുന്ന ദാവീദിനെ പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 5-ാം വാക്യം ചിത്രീകരിക്കുന്നുണ്ട്. അവൻ അത്യുന്നതനോട് വിളിച്ചപേക്ഷിച്ചു,
തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലത് കരത്തെ ശക്തിപ്പെടുത്തി. ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത്. സാധാരണ നമ്മൾ കുടിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശക്തിയല്ല ദാവീദിൻ്റെ മേൽ വിളയാടിയിരുന്ന ശക്തി. സ്വർഗത്തിൽ നിന്നൊരു ശക്തി ദൈവം ഇറക്കിക്കൊടുത്തു. അവൻ തൻ്റെ ജനത്തിന് അവമാനം നീക്കുന്നതിന്, ഒരു മല്ലനെ കൊല്ലുന്നതിന് അവൻ്റെ വലത് കരത്തെ അവൻ ശക്തി കൊണ്ട് ബലപ്പെടുത്തി. ഹല്ലേലൂയ. അവൻ അതിനു മുമ്പ് ചെയ്തത്, അവൻ അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിച്ച്. ദാവീദ് ഈ ഒരു പ്രാർത്ഥന വഴിയാണ് അവൻ ശക്തി പ്രാപിച്ചത്. എൻ്റെ ചിന്ത, എങ്ങനെ ദാവീദിന് ഇങ്ങനെ ബലം കിട്ടി? അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തുടർന്ന് വചനഭാഗങ്ങൾ അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം 8 തൊട്ട് 11 വരെ തിരുലിഖിതങ്ങൾ. അവൻ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതനെ പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. പൂർണ്ണ ഹൃദയത്തോടെ, മുഴുവൻ ശക്തിയോടെ, എല്ലാ കഴിവും ഉപയോഗിച്ച് കൈയടിക്കാനോ തുള്ളിച്ചാടാനോ പാട്ട് പാടാനോ കൈത്താളം കൊട്ടാനോ എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ, നിനക്ക് ജീവനും ജീവിതവും തന്ന് നിനക്ക് അസ്തിത്വം തന്ന് നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിട്ടുള്ള നിന്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ നീ നിന്റെ ജാടയും ആടയെല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ച് എളിമപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മുഴുവൻ ശക്തിയോടെ സർവശക്തിയോടെ പാട്ടുപാടി സ്തുതിച്ചും കർത്താവിനെ ആരാധിച്ചാൽ അവിടെ സ്വർഗത്തിൻ്റെ അത്ഭുതമായ ഒരു അഭിഷേകം ആ അവസ്ഥയിലേക്ക് വ്യാപരിക്കും എന്ന് തന്നെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അവൻ പൂർണ്ണ ഹൃദയത്തോടെ തൻ്റെ സ്രഷ്ടാവിനെ ആരാധിക്കുകയും സ്തുതി പാടുകയും ചെയ്തു. 9-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം ശബ്ദമുഖരിതമായി. ഹല്ലേലൂയ. ദാവീദ് ഒരു ആരാധനാ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത്, ദാവീദ് ഒരു ദൈവത്തിന്റെ ജനത്തിന് നേതൃത്വം കൊടുത്ത്, ദാവീദ് ജനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ, ദാവീദ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അവര് ഗാനങ്ങളും പാട്ടുകളും സ്തുതിപ്പുകളെല്ലാം ചെയ്ത് വചനം പഠിപ്പിക്കുകയാണ്. ഉദയത്തിന് മുമ്പ് തന്നെ അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ സ്ഥലം ശബ്ദമുഖരിതമായി. ഹല്ലേലൂയ. ശബ്ദമുഖരിതമായി. നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ അലർജി പാടില്ല. ആത്മീയ കാര്യങ്ങൾക്ക് ശബ്ദം ഇത്തിരി ഉണ്ടായാൽ എന്താ കുഴപ്പം? നിങ്ങൾ മറിച്ചൊരു രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ സ്ഥലം, ഇവരുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നപ്പോൾ ശബ്ദമുഖരിതമായി. മിക്ക പ്രവചനത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മിക്ക പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, അവസാന നാളുകളിൽ ഒരു അവശിഷ്ട ഭാഗത്തെ ദൈവം ശേഖരിക്കും. വിശുദ്ധിയുള്ളവരും സത്യസന്ധരുള്ളവരും ദൈവത്തിന് പ്രിയം നിറഞ്ഞവരുമായ കുറച്ച് പേര് അവശേഷിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കുമെന്നും ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മിക്ക പ്രവചനത്തിൽ 2:12 യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും അത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം ഒരുമിച്ച് കൂടുന്ന സമൂഹം മൂകത ബാധിച്ച ഒരു സമൂഹമായിരിക്കുകയില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആലയിൽ ആട്ടിൻപറ്റം പോലെയും മേച്ചിൽ സ്ഥലത്തെ കാലിക്കൂട്ടം പോലെയും ആയിരിക്കും അവർ ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായം 2-ാം വാക്യം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് ഓടിയിറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. 81-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. എന്താണ് ദൈവഭവനത്തിലെ വ്യവസ്ഥിതി? ഒരു ദൈവ പൈതലിന്റെ കുടുംബത്തിൽ എന്താണ് വ്യവസ്ഥിതി ഉണ്ടാകേണ്ടത്? ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇതാ 81-ാം സങ്കീർത്തനത്തിൽ 1 തൊട്ട് 4 വരെ തിരുലിഖിതങ്ങൾ.
നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അറിയാവുന്ന സിമ്പിളായ നല്ല നല്ല ആത്മീയ ഗീതങ്ങൾ എടുത്ത് ഉച്ചത്തിൽ പാടി പുകഴ്ത്തണം. ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദേവാലയ ഗീതങ്ങൾ പാടി ഉച്ചത്തിൽ പാടി വലിയ ആരവങ്ങളായി ദൈവസന്നിധിക്ക് ഉയർത്തി ആഹ്ലാദ ആരവങ്ങളോടെ ബലിയർപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഞാൻ ആഹ്ലാദ ആരവങ്ങളോടെ എൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൽ അവിടത്തേക്ക് ബലികൾ അർപ്പിക്കും. ബലി അർപ്പിക്കുമ്പോൾ അങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. ആഹ്ലാദ ആരവങ്ങളോടെ പാടി ബലികൾ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സന്ധ്യാപ്രാർത്ഥന, ദേവാലയ കർമ്മങ്ങൾ, ജനം ഒരുമിച്ച് കൂടുമ്പോൾ, ഫാമിലി യൂണിറ്റ് ഒരുമിച്ച് കൂടുമ്പോൾ, ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോൾ, സെൽ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടുമ്പോൾ ഗീതങ്ങളും പാട്ടുകളും കീർത്തനങ്ങളും ആലപിച്ച് പാടി സ്തുതിച്ച് അത് ആഹ്ലാദ ആരവങ്ങൾ ഉയരുന്ന കൂട്ടായ്മകളാക്കി രൂപാന്തരപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, നമ്മുടെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന് ചട്ടവും യാക്കോബിന് ദൈവം നൽകിയ പ്രമാണവുമാണ്. ഇസ്രായേലിന് ചട്ടമാണത്. ചട്ടം എന്ന് പറഞ്ഞാൽ നിയമം. യാക്കോബിന് ദൈവം നൽകിയ പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ കൽപ്പന. 10 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല. കർത്താവ് ജീവിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് നൽകിയ കൽപ്പനയാണത്. ഇത് എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. പ്രമാണമാണത്, കൽപ്പനയാണത്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 35:27, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അനേക വിധത്തിലുള്ള പ്രാർത്ഥനകൾ അറിയാം. നമ്മൾ ഉച്ചത്തിൽ പാടണമെന്നും ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണമെന്നും ഉച്ചത്തിൽ കൈത്താളം കൊട്ടണമെന്നും ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നും ആഹ്ലാദ ആരവങ്ങളോടെ ബലികൾ അർപ്പിക്കണമെന്നും വചനം നിർദ്ദേശിക്കുകയാണ്. ഈ ഒരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിക്കട്ടെ. ഓ ദൈവമേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഈ സമയം അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരികെ വന്നാലും ഓ കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ. അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ മഹത്വം പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വം അങ്ങയുടെ ജനത്തിന് മേൽ ഉദിക്കാൻ ഇടവരുത്തണമേ. ആകാശം പിളർന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മന്ദതയും മരവും മാറിപ്പോകട്ടെ. ക്ഷീണങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ തടസ്സപ്പെടുത്തുന്ന ഓരോ അന്ധകാര പീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓരോ അധരങ്ങളിലും ദൈവ സ്തുതികൾ നിറയട്ടെ. ഓരോ നാവുകളും കർത്താവിൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുന്ന അഭിഷേകത്താൽ പൂരിതമാകട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. 150-ാം സങ്കീർത്തനത്തിൽ 5-ാം തിരുലിഖിതം, ഉച്ചത്തിൽ കൈത്താളം കൊട്ടി നമ്മുടെ കർത്താവിനെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രവചനത്തിൽ
2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം. ആകാശമേ ഞെട്ടിവിറയ്ക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. എന്റെ ജനം ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിച്ചു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും വിടുതലിന്റെ അഭിഷേകമുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിനമായ ഹൃദയങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ നൽകണമേ. കല്ലിച്ചുപോയ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാംസളമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ ജീവിതങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗവും അതിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.